നീലമയിലിന്റെ പിലിയിതെന്റെ നീല നിറമയമ്മേ. നീലക്കുറിഞ്ഞിക്ക് നീല നിറം മിന്നിതെങ്ങനെ കിട്ടിയമ്മേ. നീലമയിലിന്റെ പിലിയിതെന്റെ നീല നിറമയമ്മേ. മനമിതെന്റെ മാരി നിറത്തെ കാണിച്ചിടുന്നതമ്മേ. മഴവില്ലിനു പിന്നിൽ ഞാൻ എഴുതിറങ്ങളെ കണ്ടിതു തീർച്ചയമ്മേ. മഴവില്ലിനു പിന്നിൽ ഞാൻ എഴുതിറങ്ങളെ കണ്ടിതു തീർച്ചയമ്മേ. നീലക്കുറിഞ്ഞിക്ക് നീല നിറം മിന്നിതെങ്ങനെ കിട്ടിയമ്മേ. നീലമയിലിന്റെ പിലിയിതെന്റെ നീല നിറമയമ്മേ. ആയിരമായിരം ചോദ്യങ്ങൾ ചോദിച്ച് കാലമിതോർക്കുന്നു ഞാൻ. എന്തിനു അമ്മതനുത്തരമോ അത് ഈശോതൻ ചിത്രങ്ങളും പൊന്നീശോതൻ ചിത്രങ്ങളും. അമ്മയടുപ്പതിൽ ചുട്ടെടുത്തിടുന്നൊരപ്പം അതു തന്നെയോ. പള്ളിയിലപ്പത്തിന് ഇത്ര ചെറുപ്പമോ ഇന്നു ഞാൻ ചോദിച്ചല്ലോ. ഉന്നതനാം ദൈവം കുഞ്ഞായി വന്നെന്നും അപ്പമായി മാറിയെന്നും കുഞ്ഞിലെ ഞാൻ അറിഞ്ഞു, എന്നമ്മ പറഞ്ഞു തന്നു. നീലക്കുറിഞ്ഞിക്ക് നീല നിറം മിന്നിതെങ്ങനെ കിട്ടിയമ്മേ. നീലമയിലിന്റെ പിലിയിതെന്റെ നീല നിറമയമ്മേ. മനമിതെന്റെ മാരി നിറത്തെ കാണിച്ചിടുന്നതമ്മേ. മഴവില്ലിനു പിന്നിൽ ഞാൻ എഴുതിറങ്ങളെ കണ്ടിതു തീർച്ചയമ്മേ. മഴവില്ലിനു പിന്നിൽ ഞാൻ എഴുതിറങ്ങളെ കണ്ടിതു തീർച്ചയമ്മേ. ഹോസ്റ്റലായിരുന്നു, ഇതൊന്നും ചെയ്യേണ്ടായിരുന്നു. വെറുതെ ഫ്രണ്ടിൽ പോയിരുന്നാൽ മതി. അവർ പ്ലേറ്റിൽ കൊണ്ട് തരുന്ന കഴിച്ചിട്ട് എഴുന്നേറ്റ് പോയായിരുന്നു. ഇവിടെ നല്ല കഷ്ടപ്പാടാന്ന് ഇപ്പോൾ മനസ്സിലായി. ഇതിപ്പോൾ കഷ്ടപ്പെട്ട് കയ്യിൽ കറയുമായി. വലിയ കഷ്ടപ്പാടാന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അമ്മ കെട്ടിന്റെ പണിയല്ല. ആ അനുചേച്ചിയോ? വാ കയറി വാ. തന്നെയാണോ? പിള്ളേരുണ്ടോ? അല്ലേ, സുഖമായിട്ടൊക്കെ ഇരിക്കുന്ന. എന്തിയാ പിള്ളേർ? അടുക്കളയിലുണ്ട്, ഓരോ പണി ചെയ്തോണ്ടിരിക്കുക. അതെയോ? എന്നാ വിളിക്കാം. ചക്കര മുത്തേ വാ. ഓ ആ സ്കൂൾ അടച്ചപ്പോ സുഖമായിട്ടൊന്നും അടുക്കളപ്പണിയല്ല. എനിക്ക് വർത്താനൊക്കെ പറഞ്ഞു. അമ്മയാണ് അടുക്കളപ്പണി ചെയ്യിപ്പിക്കണേ. ആ ഇച്ചിരി ചെയ്ത് പഠിച്ചു, അതല്ലേ നല്ലത്. എന്നാ പണിയായിരുന്നു ഇത്? നീ കയ്യെ പറ്റിയേക്കുന്നേ? അത് കൂർക്കയുടെ കറ. വാഴക്കായും. അപ്പൊ ജീവിതത്തിൽ ആദ്യമായിട്ട് അരിക്കും ഇത് അരിയുന്നത്, ആണോ? ആ അപ്പൊ ഇതന്നെ ഇത് കയ്യേലാ ഉറയിട്ട് അരിയാൻ മേലായിരുന്നോ? അത് ആദ്യമായിട്ട് പണിയാണോണ്ടൊന്നും അറിഞ്ഞില്ല. അത് ശരി. അമ്മ അരിയുമ്പോ അമ്മ അരിഞ്ഞ് കറി വെച്ച് കഴിച്ചതേ ഉള്ളൂ അല്ലേ? കഴിച്ച ശീലമുള്ളൂ. ഇപ്പൊ അത് അരിഞ്ഞു പഠിച്ചു. അരിഞ്ഞു പഠിക്കണത് നല്ലതാ അല്ലേ? പഠിക്കട്ടെ, ഒരു പഠിക്കേണ്ടതല്ലേ ഇത്. അതെ. ഇനിയിപ്പോ തിരിച്ച് ഹോസ്റ്റലിലേക്ക് എന്നാ പോകുന്നേ? നാളെ പോണം.
നാളെ പോണം. മോക്കെന്നാ? നാളത്തെ കഴിഞ്ഞ്. നാളത്തെ തന്നെ. അപ്പോൾ പിന്നെ വീട് ഉറങ്ങും അത് തന്നെ അല്ലേ? ഏതായാലും നിങ്ങളെ ഏതായാലും കെട്ടിച്ചു വിടുമ്പോൾ ഈ പണിയൊക്കെ ചെയ്ത് പഠിക്കണ്ടേ? അപ്പോൾ ഇപ്പോഴേ പഠിച്ച് പരിശീലനമൊക്കെ കിട്ടുന്നത് നല്ല കാര്യമാണ്. ഇവർക്ക് ഈ ഇതൊക്കെ എവിടെ ഇരിക്കണേന്ന് അറിയത്തില്ലായിരിക്കും അല്ലേ? അവർക്ക് അറിയത്തില്ല. അടുക്കള എന്നാന്ന് കണ്ടിട്ടില്ല അല്ലേ? ഈ ഹോസ്റ്റലും പഠിത്തവും ആദ്യമായിട്ടാ ചെയ്യുന്നത്. ആണോ? ആ, അത് ശരി. അപ്പോൾ ഒത്തിരി നല്ലതാ. വിവാഹ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും. നല്ല രുചികരമായിട്ട് ഭക്ഷണം പാകം ചെയ്യാൻ പഠിച്ചാൽ അതിൽ കൂടിയും മിടുക്ക് വേറെ ഒന്നുമില്ല. ഇനിയുള്ള കാലം വേലക്കാരെയൊന്നും കിട്ടില്ല നമ്മൾ കുറേ കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ തന്നെ ചെയ്ത് പഠിക്കുക. ഇപ്പം എങ്ങനെയാണ് ഇത് നിങ്ങളൊരു പ്രവൃത്തി ചെയ്തപ്പോഴാണ് ഈ വിരലയിൽ ഈ കറ പറ്റിയതല്ലേ? അപ്പം നല്ല ഭംഗിയായിട്ടിരുന്ന വിരലല്ലേ അല്ലേ? നല്ല ഭംഗിയായിട്ടിരുന്ന വിരൽ ഒരു പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ കറ പുരണ്ടു, അത് വികൃതമായി, അതിൻ്റെ ഭംഗി അങ്ങ് നഷ്ടപ്പെട്ടു അല്ലേ? വിരൽ അവിടെ തന്നെയുണ്ട്, പക്ഷേ ഭംഗി നഷ്ടപ്പെട്ടു അല്ലേ? ഇതുപോലെയാണ് ദൈവം നമ്മളെ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. അപ്പോൾ ഒന്ന് നമ്മൾ പ്രപഞ്ചത്തിലേക്ക് നോക്കി എന്ത് മനോഹാരിതയാണ് അല്ലേ? അപ്പോൾ അത്രയും പ്രപഞ്ച സൗന്ദര്യം നിലനിർത്തിക്കൊണ്ട് അതിനെ സൃഷ്ടിച്ച ശില്പിയായ ദൈവം അത്ര മനോഹരമായിരിക്കും. അപ്പോൾ ആ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും നമ്മളെ സൃഷ്ടിച്ചു. അപ്പം നമ്മളും അതേ ചൈതന്യത്തിൻ കീഴിലാണ് അല്ലേ? അപ്പോൾ അതേപോലെയാണ് ഇപ്പോൾ ഈ വിരളിന്മേൽ കറ പുരണ്ടതുപോലെ നമ്മുടെയും ഈ ചൈതന്യവും സൗന്ദര്യവും നമുക്ക് നഷ്ടപ്പെടാം. അതെപ്പോഴാണ്? ഇതെങ്ങനെയാണ് വരേണ്ടത്? കറ അരിഞ്ഞപ്പം ഒരു പ്രവൃത്തി ചെയ്തപ്പോഴാണ് അത് വരേണ്ടത്. ഇതുപോലെ മനുഷ്യന് ദൈവത്തിൻ്റെ ചൈതന്യത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തെ അറിഞ്ഞ് സ്നേഹത്തിൽ ചേർന്ന് നിൽക്കുമ്പോഴും, ചിലപ്പോൾ അറിയാതെയാണേലും അറിഞ്ഞാണേലും ബോധപൂർവമാണേലും അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ പാപത്തിൽ വീഴും. അപ്പം നമ്മളിൽ കറ പുരളുക എന്ന് പറഞ്ഞാൽ എന്തുവാ? പാപത്തിലാകുക. നമ്മൾ പാപത്തിലാകുക. അപ്പം നമ്മൾ പാപത്തിലായാൽ നമുക്ക് എന്ത് കുറവാണ് വരുന്നത്? നമ്മുടെ ദൈവിക ചൈതന്യം നഷ്ടമാകും. അതല്ലേ പർദീസായിലെ ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ആദവും ഹവ്വയും എവിടെയായിരുന്നു ആദ്യം? പർദീസയിൽ ദൈവത്തോടൊത്ത് അവർ വസിക്കുകയായിരുന്നു. സന്തോഷമായിരുന്നു, സമാധാനമായിരുന്നു, ആനന്ദമായിരുന്നു, ദൈവിക ഛായയിൽ അവർ. പക്ഷേ അവർ ദൈവത്തിനെതിരായിട്ട് ദൈവവചനം ലംഘിച്ച് അവർ പാപം ചെയ്തു. പാപം ചെയ്തപ്പോഴാണ് അവർക്ക് തിരിച്ചറിവ് കിട്ടുന്നത് ഞങ്ങൾ നഗ്നരാണെന്ന്. അതുവരെ അവർക്ക് അറിഞ്ഞില്ല അവർ. അപ്പോൾ ആ ദൈവിക ചൈതന്യത്തിൻ്റെ പ്രൊഫൈലായിരുന്നു അവർ ജീവിച്ചിരുന്നത്. അപ്പോൾ അവരതൊന്നും ചിന്തിച്ചില്ല, ആ ലെവലേ അവർക്കറിയില്ല. പക്ഷെ ദൈവിക ചൈതന്യം നഷ്ടമായപ്പോഴാണ് അവരെക്കുറിച്ച് ചിന്തിച്ചു ഞങ്ങൾ നഗ്നരാണെന്ന്. അതുകൊണ്ട് ആ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ ഓടിപ്പോയി ഒളിച്ചിരുന്നല്ലേ? നമുക്ക് അറിയാമല്ലോ അതൊക്കെ. അപ്പോൾ ആ ചൈതന്യം ദൈവത്തിൽ നിന്നുള്ള അകന്നു പോകലാണ് പാപം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. ദൈവത്തിൽ നിന്ന് വേർപിരിയുക. അപ്പോൾ ഇപ്പം നമ്മളൊരു വിളക്കിൻ്റെ അടുത്ത് നമ്മൾ കൈ കൊണ്ട വെക്കുകയാണെങ്കിൽ ആ കയ്യിൽ വെളിച്ചം വരും അല്ലേ? ഇപ്പോൾ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് ആ നാളത്തിൻ്റെ അടുത്തേക്ക് ഇരുട്ടത്ത് കൈ വെച്ചാൽ കയ്യിൽ പ്രകാശം വരില്ലേ? നമ്മൾ ആ കൈ ഇങ്ങനെ അകത്തി കൊണ്ടുപോകും തോറും കയ്യിലേക്ക് ആ പ്രകാശം നീണ്ടു വരുമോ? ഇല്ല, കുറഞ്ഞു വരും. അതുപോലെ നമ്മൾ ദൈവിക ചൈതന്യത്തിൽ നിന്ന് അകന്നു പോകും തോറും നമ്മളിൽ ആ പ്രകാശം, ആ ചൈതന്യം കുറഞ്ഞു വരും. അപ്പോൾ ദൈവത്തിൽ നിന്ന് നമ്മൾ വേർപിരിഞ്ഞ് അകന്ന് ദൂരെ പോകുന്നതാണ് പാപത്തിൻ്റെ മൂർധന്യാവസ്ഥ. നമ്മളും ദൈവവും തമ്മിൽ അകന്നു പോകുക. അതാ മരണം എന്ന് പറയുന്നത്. വേർപിരിയലാണ്. ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നു പോവുക. അപ്പോൾ ഇപ്പം നിങ്ങളിപ്പോൾ ഈ കറ പറ്റാൻ സാഹചര്യം ഒരു പ്രവൃത്തി ചെയ്തപ്പോൾ ഉണ്ടായതുപോലെ മനുഷ്യൻ പാപത്തിൻ്റെ പ്രവൃത്തി ചെയ്യുമ്പോൾ അവനിൽ പാപം കറ വരളും. എവിടെയൊക്കെയാണ് മനുഷ്യൻ്റെ പാപക്കറ വരളുന്നത്? കയ്യാലാണോ? എവിടെയൊക്കെ വരും? മനുഷ്യൻ്റെ ആത്മാവിൽ വരും, ശരീരത്തിൽ വരും, പിന്നെ മനസ്സിൽ. മനുഷ്യന് 3 കണ്ടന്റ് ഉണ്ടെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? മനുഷ്യൻ്റെ ആത്മാവ്, ശരീരം, മനസ്സ്. അപ്പം ഇതിൽ 3ലും കറ വരളും. ഈ ആത്മാവിൽ പാവം വരുമ്പോഴും ശരീരത്തിലും മനസ്സിലാകും, മനസ്സിൽ പാവം വന്നാലും ഒക്കെ ആകും അല്ലേ? ഇത് 3 ഒന്നായി നിൽക്കുന്നതാണ് നമ്മൾ. അപ്പം ഈ പാപം നമ്മളിൽ വന്നു കഴിയുമ്പോൾ നമ്മളെ എന്ത് ചെയ്യും? ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ആ ചൈതന്യത്തിൽ നിന്ന് അകന്നു പോവുക. അപ്പം നമ്മുടെ രൂപം മാറും. അപ്പം സ്ത്രീകൾക്ക് ഏറ്റവും ഇഷ്ടം എന്നതാ? സുന്ദരിയായിട്ടിരിക്കണാണോ അല്ലാണ്ടിരിക്കണാണോ? സുന്ദരിയായിട്ടിരിക്കണല്ലേ? സൗന്ദര്യവതിയായിട്ടിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടം അല്ലേ? അപ്പം അത് മാറിപ്പോകാതെ സൂക്ഷിക്കണം. ഇതിന് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ ഒരു വചനമുണ്ട്.
പ്രഭാഷകൻ്റെ പുസ്തകം 25 നിങ്ങൾ വായിച്ചോണം, കല്യാണത്തിനൊക്കെ മുമ്പ് വായിച്ച് പഠിച്ചിട്ട് വേണേ. അവിടെ എഴുതി വച്ചിരിക്കുന്നത്, ദുഷ്ടയായ ഭാര്യയോടൊത്ത് ജീവിക്കുന്നതിനേക്കാൾ അഭികാമ്യം സിംഹത്തിൻ്റെയോ വ്യാളിയുടെയോ കൂടെ വസിക്കുന്നതാണ്. ഭാര്യയുടെ ദുഷ്ടത അവളുടെ രൂപം കെടുത്തുന്നു, അവളുടെ മുഖം കരടിയുടേതുപോലെ ഇരുളുന്നു. ഓ, നല്ല ഇപ്പം നിങ്ങൾ നല്ല സുന്ദരിമണികളായിട്ടിരിക്കുക. കല്യാണമൊക്കെ കഴിച്ച് ചെന്നാൽ അവിടെ നിന്നുള്ള ദേഷ്യവും അരിശവും കോപവും വെറുപ്പും വിദ്വേഷവും എല്ലാം കൂടെ നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും ആത്മാവിലും എല്ലാം പറ്റി കഴിയുമ്പോൾ ഇപ്പം ഈ മുഖമൊന്നും അല്ല നിങ്ങളെ. അന്നേരം കരടിയുടെ കൂട്ട് മുഖം ഇരിക്കുന്നു. കരടിയുടെ മുഖമുള്ള ഭാര്യയെ സ്നേഹിക്കാൻ ഭർത്താവിന് പറ്റുമോ? സിനിമയ്ക്കൊക്കെ പോകാറില്ലേ? ഏത് സിനിമ കാണാനാ ഏറ്റവും ഇഷ്ടം? ആരുടെ സിനിമ കാണാനാ? മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ഇരിക്കണല്ലേ. അതേസമയം പല്ലും മുങ്ങി കരടിയുടെ പോലെ മുഖവും വെച്ചിരിക്കണ 2-3 നടീനടന്മാരെ അഭിനയിക്കണമെങ്കിൽ 3 മണിക്കൂർ ഇരിക്കാൻ തോന്നുമോ? പകുതിയാകുമ്പോൾ നമ്മൾ ഇറങ്ങിപ്പോവും. അപ്പം ഇത് തന്നെയാണ് ദാമ്പത്യ ജീവിതത്തിൽ. അപ്പോൾ എന്നാ ചെയ്യണം? വിവാഹ ജീവിതത്തിലാക്കി നിങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുമല്ലേ. അപ്പോൾ ഇനി എന്നാ ചെയ്യണം? വിവാഹ ജീവിതത്തിൽ എപ്പോഴും എങ്ങനെ ഇരിക്കണം? ഭാര്യ സുന്ദരിയായിട്ടിരിക്കണം. അതിനിപ്പോൾ എന്നും ബ്യൂട്ടി പാർലറൊന്നും പോകണ്ട. അതിനുള്ളൊരു മരുന്ന് ദൈവിക ചൈതന്യം കൊണ്ട് നിറയുക. ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ ആ നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണാടി എന്നതാ? മുഖം അല്ലേ? അപ്പം ഹൃദയത്തിൽ ദൈവം വസിക്കുമ്പോൾ മുഖം എങ്ങനെയാകും? പ്രശോഭിക്കും, ബ്രൈറ്റ് ഹ്യൂമണാവും അല്ലേ? അപ്പം നമ്മുടെ മുഖം പ്രശോഭിക്കും. അപ്പോൾ ആ പ്രശോഭിച്ചിരിക്കുന്ന മുഖഭാവമുള്ള ഭാര്യയോട് ദേഷ്യപ്പെടാൻ പോലും ചിലപ്പോൾ ഭർത്താവിന് തോന്നിയെന്ന് വരില്ല അല്ലേ? അതേസമയം കരടിയുടെ കൂട്ടിരിക്കുകയാണെങ്കിലോ, ഭർത്താവിനെ കാണുമ്പോൾ കരടി ചാടുന്ന പോലെ പല്ലും കുഴിച്ചുകൊണ്ട് മനുഷ്യാന്നും പറഞ്ഞ് ചാടി എന്ത് ചെയ്യും? അങ്ങേർക്ക് ഒന്നും കൂടെ ദേഷ്യം ഉണ്ടായി 2 വീക്ക് കൂടെ വെച്ച് തരും. അപ്പം അതുകൊണ്ട് എന്ത് നഷ്ടപ്പെടാതെ നോക്കണം? നമ്മൾ ദൈവിക ചൈതന്യം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടാതെ നമ്മൾ നോക്കണം. അതിനുള്ള പോംവഴി എന്താണ്? പാപത്തിലേക്ക് മനുഷ്യന് ചായ ഉണ്ട്. പക്ഷെ പാപത്തിൽ വീഴരുത്. നമ്മൾ പാപത്തിൽ വീഴാതിരിക്കണം. പിന്നെ അഥവാ നമുക്കൊരു തെറ്റ് പറ്റിപ്പോയി, നമ്മൾ അറിയാതെ ചെയ്തു പോയി, പിന്നെ എന്നാ ചെയ്യണം? തിരുത്തണം. എങ്ങനെ തിരുത്തണം? ബുദ്ധി കൊണ്ട് തിരുത്താൻ പറ്റുമോ പാപത്തെ? പാപം മായ്ച്ചു കളയണ്ടേ? പാപം ഇനി നിങ്ങളുടെ കയ്യിലെ ഈ കറിയിപ്പം മായ്ച്ചു കളയണ്ടേ? അതിന് നിങ്ങൾ സോപ്പും വെള്ളവും പാറക്കല്ലും ഒക്കെ ഉപയോഗിക്കും. ഇനി മനസ്സിലും ശരീരത്തിലും ആത്മാവിലും പാപത്തിൻ്റെ കറ വന്നാൽ എങ്ങനെ നിങ്ങൾ മായ്ച്ചു കളയും? നിങ്ങളെ കൊണ്ട് കഴിവുണ്ടോ? വെള്ളം കൊണ്ട് തൂത്താൽ പോകുമോ? പാറക്കല്ലെടുത്ത് ഉരച്ചാൽ പോകുമോ? മനുഷ്യനെ കൊണ്ട് പറ്റുമോ പാപം മായ്ച്ചു കളയാൻ? പറ്റില്ല. അപ്പോൾ പാപം മായ്ച്ചു കളയാൻ ഒരേ ഒരാളേ ഉള്ളൂ. അതാരാ? ദൈവം എന്ന് പറഞ്ഞാൽ ആരാ? യേശുക്രിസ്തു. അതാണ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്ന് സ്നാപക യോഹന്നാൻ ഈശോയെ കണ്ടപ്പോൾ പറഞ്ഞ എന്നാന്നറിയാം? ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ്. ലോകത്തിൻ്റെ പാപം മായ്ക്കാനായിട്ടുള്ള ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. അവൻ ഈ ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങളും ഏറ്റെടുത്തു, ശരീരത്തിൽ ഏറ്റെടുത്ത് കുരിശിൽ മരിച്ചു. മരിച്ചപ്പോൾ ശരീരം മരിച്ചു. അവിടെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആളുണ്ടോ? നമ്മൾ സാധാരണ മരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം തീർന്നു അല്ലേ? പക്ഷെ ഈശോ പാപം മുഴുവൻ ചുമന്ന് കുരിശിൽ മരിച്ചപ്പോൾ പാപം അവിടെ മരിച്ചു. ഈശോ ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങൾക്കും വേണ്ടി പരിഹാരം ചെയ്തവനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. അപ്പം അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1ഉം 2ഉം വായിക്കുമ്പോൾ അതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം അല്ലേ? 2എന്നല്ലേ ഞാൻ പറഞ്ഞേ? അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പാപത്തിൽ നമ്മൾ അറിയാതെ വീണു പോയാൽ തന്നെയും നമുക്കൊരു മാധ്യസ്ഥനുണ്ട്. ഒരേ ഒരു മാധ്യസ്ഥൻ നമുക്കുണ്ട്. അത് ആരാന്ന് പറഞ്ഞാൽ 1 യോഹന്നാൻ 2-ാം അധ്യായം. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൽ അപ്പം നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തിൽ വാക്കുകൊണ്ടോ അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ടോ നമുക്ക് എന്തെങ്കിലും ഒരു പാപത്തിലേക്ക് നമ്മളൊന്ന് ചാഞ്ഞു. പക്ഷേ അതോർത്ത് കുറ്റബോധത്തിൽ പെടരുത്. ഞാൻ ചെയ്തു പോയതാ. ഇപ്പോൾ ചില പിള്ളേരൊക്കെ ഹോസ്റ്റലിലൊക്കെ ആത്മഹത്യ ചെയ്യുന്ന കേൾക്കുന്നില്ല. കുറ്റബോധം വരും അവർക്ക്. കുറ്റബോധമല്ല മാനസാന്തരം. അപ്പോൾ കുറ്റബോധം നമുക്ക് ആവശ്യമില്ല. നമുക്കറിയാതെ ഒരു തെറ്റ് പറ്റിപ്പോയാൽ നമുക്ക് ഒരു രക്ഷകനുണ്ട്. ആ
ആ പാപം മുഴുവനും ഏറ്റെടുത്ത് കഴിഞ്ഞ ഒരു രക്ഷകൻ നമ്മുടെ കൂടെയുണ്ട്. അതിവിടെ പറയുന്നുണ്ട്, ആരെങ്കിലും പാപം ചെയ്യാനിടയായാൽ തന്നെ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരു മധ്യസ്ഥനുണ്ട്, നീതിമാനായ യേശുക്രിസ്തു. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക്. അപ്പം ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാര ബലിയായിട്ട് ഒരേ ഒരു മധ്യസ്ഥൻ നമുക്കുണ്ട്, അതാണ് കർത്താവായ യേശുക്രിസ്തു. അപ്പോൾ ആ മധ്യസ്ഥൻ നമുക്ക് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അറിയാതെ ഒരു പാപത്തിൽ വീണു എന്ന് പറഞ്ഞ് കുറ്റബോധത്താൽ നമ്മൾ നീറണ്ട. ഈശോയോട് നമ്മൾ ഏറ്റു പറയണം. അതിൻ്റെ വഴി എങ്ങനെയാണ്, നമ്മളെങ്ങനെയാണ് ഏറ്റു പറഞ്ഞാൽ പാപം കഴുകിക്കളയണേ? നിങ്ങളിനി ഇത് കല്ലേലൊക്കെ ഉരച്ച് കളയും അല്ലേ? അതിന് നമ്മൾ എന്നാ ചെയ്യണേ? കുമ്പസാരിക്കും അല്ലേ? പാപസങ്കീർത്തനം ചെയ്യും. അത് വചനത്തിൽ പറയുന്നുണ്ട്. 1 യോഹന്നാൻ 1-ാം അധ്യായം 7, 8, 9 വചനം. കർത്താവിൻ്റെ തിരുരക്തമാണ് നമ്മുടെ ലോഷൻ അല്ലേ? കഴുകിക്കളയുന്ന, പാപം കഴുകിക്കളയണം. അപ്പം നമുക്ക് പാപമില്ല എന്ന് പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും. അപ്പോൾ നമ്മൾ സത്യമില്ലെന്ന് വരും. എന്നാൽ നിൻ്റെ പാപങ്ങൾ നീ ഏറ്റു പറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ നിൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് സകല അനീതിയിൽ നിന്നും മോചിപ്പിക്കുന്ന ദൈവം. അപ്പം നമുക്ക് അങ്ങനെ ഒരു ദൈവമുണ്ട്. അപ്പം നമ്മൾ അറിയാതെ നമ്മളങ്ങ് ചെയ്തു പോയി, ഒരു പാപ പ്രലോഭനത്തിൽ നമ്മൾ പെട്ടുപോയല്ലോ എന്നോർത്ത് കുറ്റബോധത്താൽ നീറി നമ്മൾ വീണ്ടും പാപം ചെയ്യേണ്ട. അതാ യൂദാസ് പോയി തൂങ്ങിച്ചെത്തു അല്ലേ? അതിൻ്റെ പരിപാടിയായിട്ട് കുറേ പേരൊക്കെ ഇപ്പോൾ പോകുന്നുണ്ട്. നമ്മൾ തിരിച്ചറിയണം, നമുക്കൊരു രക്ഷകനുണ്ട്. നമ്മളറിയാതെ ചെയ്തു പോയ പാപത്തിന് പരിഹാരം ചെയ്ത് കഴിഞ്ഞ ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ആ കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ ഏറ്റു പറയണം, കർത്താവെ തെറ്റിപ്പോയി, അറിയാതെ തെറ്റിപ്പോയി. അനുതാപത്തിൻ്റെ കണ്ണുനീരൊഴുക്കണം. നമ്മൾ മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവത്തിലേക്ക് തിരിയുക. ഇപ്പോൾ പാപത്തിൻ്റെ വഴിയെ പോയി, പക്ഷേ എബൌട്ട് തിരിയണം, ദൈവത്തിൻ്റെ വഴിയിലേക്ക് നമ്മൾ തിരികെ എത്തണം. അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? കുമ്പസാരത്തിൻ്റെ കാര്യമൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പാവക്കറ കഴുകിക്കളയാൻ നമുക്കൊരു മാർഗമുണ്ട്. പിന്നെ അതിലേറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ പാപത്തിൽ വീഴാതെ ഇരിക്കുക. ഏറ്റവും നല്ല മാർഗം അതാണ്. പിന്നെ ഈ കിടന്ന് പാടുപേടിയൊന്നും വേണ്ട. ഇപ്പോൾ ഈ വിരലയിൽ കറ പുരണ്ടില്ലായിരുന്നെങ്കിൽ ഈ ഉരയ്ക്കലും ലോഷനും ഇത്രയും ഭംഗിയായിട്ടിരുന്ന കൈ ഇനി പൂർവ്വസ്ഥിതിയിലാക്കണം. എന്ത് കഷ്ടപ്പാടാണ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? പാവത്തിൻ്റെ കറ പുരളാതെ ഇരിക്കണം. അതിന് നമുക്കൊരു സൂസന്നെ കേട്ടിട്ടുണ്ടോ? സൂസന്ന ഇല്ലേ? ദാനിയേലിൻ്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, യോവാക്കി എന്നൊരുവൻ ബാബിലോണിൽ ജീവിച്ചിരുന്നു. ഹിൽക്കിയായുടെ മകളും അതീവ സുന്ദരിയും ദൈവഭക്തയുമായ സൂസന്നയെ അവൻ വിവാഹം ചെയ്തു. അപ്പോൾ അതീവ സുന്ദരിയാണ്, നല്ല സ്ത്രീയുമാണ്. അവളെ വിവാഹം ചെയ്തു. ഞാൻ മുഴുവൻ വായിക്കുന്നില്ല, പറഞ്ഞുതരാം. വിവാഹം ചെയ്തു. അപ്പോൾ യോവാക്കി ഒരു നല്ല മനുഷ്യനാണ്. അപ്പോൾ അവരുടെ വീട്ടിൽ ഒത്തിരി മനുഷ്യർ വരികയും പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ആ വർഷം തിരഞ്ഞെടുക്കപ്പെട്ട 2 ശ്രേഷ്ഠന്മാർ ന്യായാധിപന്മാരായിട്ട് അവരെ നിയമിച്ചു. അപ്പോൾ അവരും ഈ യോവാക്കിയെ കാണാനായിട്ട് ആ വീട്ടിൽ വരികയും പോവുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നും പോയി ഈ സൂസന്നെ അവർ കണ്ടുമുട്ടി പല പ്രാവശ്യം. അപ്പോൾ അതീവ സുന്ദരിയാണ്. അപ്പോൾ അവർക്ക് 2 പേർക്കും സൂസന്നയിൽ ഒരു ആകർഷണം തോന്നി. അവരാകൃഷ്ടരായി. അവർ 2 പേരും ഇങ്ങനെ മനസ്സിൽ ഇത് വെച്ചുകൊണ്ട് പറഞ്ഞു, ഇവളെ എപ്പോഴാണ് ഒന്ന് തനിച്ച് കിട്ടണേന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം യോവാക്കിയുടെ വീട്ടിൽ വന്നിരിക്കുമ്പോൾ സൂസന്ന ഉദ്യാനത്തിലേക്ക് തോഴിമാരോടൊപ്പം പോയി. അവിടെ ചെന്നപ്പോൾ ഭയങ്കര ചൂടൊക്കെ ഉള്ള ദിവസമാണ്. അപ്പോൾ സൂസന്ന പറഞ്ഞു തോഴിമാരോട്, നിങ്ങൾ എനിക്ക് കുളിക്കാനുള്ള സോപ്പ് എണ്ണയൊക്കെ എടുത്തോണ്ട് പോകുമ്പോൾ നിങ്ങൾ ഉദ്യാനവാതിൽ അടച്ചേക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ ശ്രേഷ്ഠന്മാരെന്ത് ചെയ്തു? ഇവരിലുള്ള പാപം ആസക്തി മൂത്തിട്ട് ഇവരവിടെ ഒളിച്ചിരുന്നു, ഉദ്യാനത്തിൽ പോയി ഒളിച്ചിരുന്നു. തോഴിമാരും പോയി. അപ്പോൾ സൂസന്ന മാത്രമായപ്പോൾ സൂസന്നയുടെ ഒരിക്കൽ ഇവർ ചെന്ന് പറഞ്ഞു, നീ ഞങ്ങളോട് കൂടി ശയിക്കണം, നീ അവരുടെ കൂടെ ആയിരിക്കണം, അവിഹിത ബന്ധമാണ്. അപ്പോൾ സൂസന്ന സമ്മതിച്ചില്ല. അപ്പോൾ സൂസന്നയോട് പറഞ്ഞു, നീ ഇതിന് സമ്മതിച്ചില്ലെങ്കിൽ നീ വേറൊരാളുമായിട്ട് പാപം ചെയ്യുന്നത് കണ്ടുവെന്ന് ഞങ്ങൾ എന്ന് പറഞ്ഞു കൊടുക്കും. ഇവർ ശ്രേഷ്ഠന്മാരാണ്, ന്യായാധിപന്മാരാണ്. അപ്പോൾ ഇവർ പറയണ വാക്കിൽ ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ സൂസന്ന ചിന്തിച്ചു. അതിനകത്ത് 22-ാമത്തെ പറയുന്നുണ്ട്, സൂസന്ന നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു, എല്ലാ തരത്തിലും ഞാൻ അകപ്പെട്ടു. ഞാൻ സമ്മതിച്ചാൽ അതെൻ്റെ മരണമാണ്. സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. കർത്താവിൻ്റെ മുൻപിൽ പാപം ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾക്ക് വഴങ്ങാതെ നിങ്ങളുടെ പിടിയിൽ പെടുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്.
സൂസന്ന പാപം ചെയ്യാൻ ഇഷ്ടപ്പെട്ടില്ല. അവൾ ദൈവത്തിൻ്റെ മുമ്പിൽ സത്യസന്ധതയിൽ അവളുടെ ആ വിശുദ്ധി കാത്ത് സൂക്ഷിച്ച് അവൾ നിന്നു. പക്ഷേ ഇവർ വിടുവോ? ദുഷ്ടന്മാരല്ലേ അവർ, ന്യായാധിപന്മാരാണേ പോലും ശ്രേഷ്ഠന്മാരാണേൽ പോലും അവരിൽ ആസക്തി, പാവം ശക്തിപ്പെട്ടു അവരിൽ. അവരെന്നിട്ട് തിരിച്ച് എന്നിട്ട് എല്ലാവരോടും, വീട്ടുകാരോടും എല്ലാവരോടും പറഞ്ഞ് സൂസന്ന വേറൊരാളുമായിട്ട് അവിടെ പാപം ചെയ്യുന്നത് ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞ് അങ്ങനെ അന്നത്തെ വിധി പ്രകാരം ഇവളെ വധിക്കാനായിട്ട് വിധിച്ചു. അങ്ങനെ വിധിക്കാൻ കൊണ്ടുപോകുമ്പം സൂസന്ന ഉറക്കെ നിലവിളിച്ചു ദൈവത്തോട്. അവൾ പ്രാർത്ഥിച്ചു. കാരണം ദൈവത്തിനറിയാം ഇവൾ പാപം ചെയ്തിട്ടില്ല എന്ന്. അപ്പം നിഷ്കളങ്കയായ അവളുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ഇവളെ കൊല്ലാൻ കൊണ്ടുപോവുക. അപ്പോഴവിടെ ദാനിയേലിൻ്റെ ഒരു ബാലൻ്റെ, ദാനിയേൽ എന്ന് പേരുള്ള ഒരു ബാലൻ്റെ പരിശുദ്ധമായ ആത്മാവിനെ കർത്താവ് ഉണർത്തി. അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഇവളുടെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. അപ്പോൾ എല്ലാവരും തിരിഞ്ഞു. ഇവൻ ഉച്ചത്തിൽ, എല്ലാ മനുഷ്യരും, സൂസന്നയുടെ ഭർത്താവും മക്കളും മാതാപിതാക്കളും ആ ദേശത്തെ എല്ലാ ശ്രേഷ്ഠന്മാരും വന്നുകൂടിയ വേദിയിലാണ് ഇവളെ വിധിച്ച്. വിധി എന്നതാ? ഇവള് പാപം ചെയ്തു എന്നും പറഞ്ഞ് വിധിച്ചു കൊണ്ടുപോവുക. അപ്പോൾ ഇവള് ദൈവത്തോട് നിലവിളിച്ച്, ദൈവം അല്ലാതെ ആരും കേൾക്കാനില്ല, ബാക്കി എല്ലാവരും വിധി പ്രസ്താവിച്ചു കഴിഞ്ഞു. അന്നേരം ദൈവം അവിടെ ഉണ്ടായിരുന്ന ദാനിയേൽ എന്ന ബാലൻ്റെ ആത്മാവിൽ ഉണർത്തി. അവൻ വിളിച്ചു പറഞ്ഞു, ഞാൻ ഈ വിസ്താരം, അതായത് ഈ സ്ത്രീയെ ശരിയായ രീതിയിൽ വിസ്തരിക്കാതെ നിങ്ങളിത് ചെയ്യുന്നത് തെറ്റാന്ന് പറഞ്ഞ് അവൻ പ്രസ്താവിച്ചു. അപ്പോൾ പറഞ്ഞു, എന്നാൽ ശരി, നീ വിളിച്ച് വിസ്താരം നടത്താൻ പറഞ്ഞു. അങ്ങനെ വിളിച്ചപ്പോൾ ദാനിയേൽ ഈ 2 ശ്രേഷ്ഠന്മാരെയും വിളിച്ചിരുത്തിയേച്ച് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് സൂസന്ന പാപം ചെയ്തു എന്ന് കണ്ടത് എങ്ങനെയാണ്? അപ്പോൾ ഇവരെ 2 പേരെ മാറ്റി നിർത്തിയേച്ചാണ് വിളിച്ച്. ഒരാളെ വിളിച്ച് ചോദിച്ചു, എങ്ങനെയാണ്? അപ്പോൾ അതിൽ ഉത്തരം, ഏത് വൃക്ഷത്തിൻ്റെ ചൂട്ടിലാണ് ആലിംഗനബദ്ധരായി അവരെ നീ കണ്ടത്? അപ്പോൾ അതിലൊരാൾ പറഞ്ഞു, ഒരു കരയാമ്പൂ മരത്തിൻ്റെ ചുവട്ടിൽ. അപ്പോൾ ഒരാൾ പറഞ്ഞു കരയാമ്പൂ മരത്തിൻ്റെ ചുവട്ടിൽ. അന്ന് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞപ്പം മറ്റേ ആളെ വിളിച്ചിട്ട് പറഞ്ഞു, എന്നാൽ ഇപ്പോൾ എന്നോട് പറയുക, ഏത് വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വെച്ചാണ് ആലിംഗനബദ്ധരായി അവരെ നീ കണ്ടത്? തഴച്ചു വളരുന്ന ഒരു കരുവേലകത്തിൻ്റെ ചുവട്ടിൽ. അപ്പം 2 പേരും 2 ആണ് സാക്ഷ്യം പറഞ്ഞത്. അപ്പോൾ അവിടെ കൂടിയിരുന്ന മനുഷ്യർക്ക് മുഴുവൻ മനസ്സിലായി ഈ ശ്രേഷ്ഠന്മാരാണ് കള്ളം പറഞ്ഞത്. ഈ സൂസന്ന സത്യമായിട്ടും ഉള്ള കാര്യം, അവൾ പാപം ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കി. അങ്ങനെ സൂസന്നെ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. അവരെ വിധിക്ക് വിട്ടുകൊടുത്തു. അപ്പോൾ നമ്മൾ ഓർക്കണം, സൂസന്ന എന്തുകൊണ്ട് അവിടെ പാപം ചെയ്തില്ല എന്ന് നമ്മൾ ചിന്തിക്കണം. സൂസന്നയ്ക്ക് അത്രമാത്രം ദൈവത്തോട് ചേർന്ന് നിന്ന സ്ത്രീയായിരുന്നു. അവൾ ദൈവിക ചൈതന്യം നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. അത് തന്നെയല്ല, 13-ാം അധ്യായം ആരംഭിക്കുമ്പോൾ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, അവളുടെ മാതാപിതാക്കന്മാർ നീതിനിഷ്ഠരായിരുന്നു. മോശയുടെ നിയമം അനുസരിച്ച് അവർ തങ്ങളുടെ മകളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ദൈവിക കാര്യങ്ങളെല്ലാം ചെറുപ്പത്തിൽ തന്നെ സൂസന്നയുടെ മാതാപിതാക്കൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ബാല്യത്തിൽ മുതൽ കിട്ടിയ ദൈവിക ആ ചൈതന്യവും ദൈവത്തോട് ചേർന്ന് നിൽക്കണമെന്നും പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലതെന്നും എല്ലാം ഇവളുടെ ഹൃദയത്തിലുണ്ട്. അപ്പോൾ ഈ ശ്രേഷ്ഠന്മാർ വന്ന് വിളിച്ച് ഞങ്ങളോട് കൂടി പാപം ചെയ്യാൻ നിർബന്ധിച്ചപ്പോൾ വേണമെങ്കിൽ സൂസന്ന പാപം ചെയ്തെങ്കിൽ ആരും അറിയല്ല. ഇവർ ശ്രേഷ്ഠന്മാരാണ്, വേണ്ടുന്ന വിശേഷ വസ്ത്രങ്ങളോ സമ്മാനങ്ങളോ ഒക്കെ ഇവർക്ക് കിട്ടുമായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവർ പറഞ്ഞ്, നിന്നെ ഞങ്ങൾ ഒറ്റിക്കൊടുക്കും, നീ പാപം വേറെ ചെയ്തെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് പോലും പാപം ചെയ്തില്ല. സമ്മാനങ്ങളും ബാക്കി കാര്യങ്ങളെല്ലാം കിട്ടും, അതൊരു വശത്ത്. അത് നടക്കുകയില്ലെന്നറിഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്തു? സൂസന്നെ ഭീഷണിപ്പെടുത്തി. നീ ഞങ്ങളുടെ കൂടെ ശയിച്ചില്ലെങ്കിൽ നീ വേറൊരാളുടെ കൂടെ ശയിക്കണ കണ്ടു എന്ന് പറയുമെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കും, ബാക്കി എല്ലാവരും. പക്ഷെ അവിടെ അവളുടെ ജീവൻ പോലും നഷ്ടപ്പെടുമെന്ന ഘട്ടം വന്നപ്പോൾ പോലും സൂസന്ന പാപം ചെയ്തില്ല. അതാണ് സ്ത്രീ എന്ന് പറയുന്നത്, അതാണ് ഒരു ഭാര്യ. പക്ഷേ ഒന്ന് ഓർത്ത് നോക്കിക്കുക, ആ പാപത്തിന് വിധിച്ചു, പാപിയാന്ന് പറഞ്ഞ് വിധിച്ചപ്പോൾ ഭർത്താവുണ്ട്, മക്കളുണ്ട്, മാതാപിതാക്കളുണ്ട്, ബാക്കി ജനങ്ങളെല്ലാം ഉണ്ട്. സൂസന്നെ ഏറ്റവും ശ്രേഷ്ഠ വനിതയായിട്ട് കരുതി പോന്ന വ്യക്തികളെല്ലാം അവിടെ കൂടി നിൽപ്പുണ്ട്. എങ്കിലും പിശാച് അവിടെ പണി ചെയ്തില്ലേ, അവളെ വധശിക്ഷയ്ക്ക് വിട്ടുകൊടുത്തു. പക്ഷെ ഒന്ന് ഓർക്കണം, വിശുദ്ധിയും നിർമ്മലതയും സത്യസന്ധതയും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയെയും കർത്താവ് കൈവിടില്ല. ആ അവസാന നിമിഷത്തിൽ
സൂസന്നയെ വധിക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് ദൈവം ഒരു ബാലൻ്റെ ആത്മാവിനെ ഉണർത്തി, ദാനിയേലിൻ്റെ. അതാ ദൈവം. അത്ര സ്നേഹമാണ് ദൈവം. അപ്പം നമ്മൾ ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ ചാരിത്രശുദ്ധി സൂക്ഷ്മതയോടെ സൂക്ഷിക്കാൻ, നമ്മുടെ വിശുദ്ധി നഷ്ടപ്പെടുത്താതെ ശുദ്ധിയിൽ ജീവിക്കണം. അതാ നമ്മുടെ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചൊരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളമൊക്കെ വിശുദ്ധി, ചാരിത്രശുദ്ധി സൂക്ഷിക്കുക. അതാണ് നമുക്ക് വേണ്ടുന്നത്. ഏറ്റവും വലിയ ശക്തിയാണത്. ഈശോ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും അതാണ്. അപ്പോൾ കറ പുരളാതെ നോക്കണം, പാപത്തിൽ വീഴാതെ, വീണിട്ട് പോയി കുമ്പസാരിച്ചു അല്ലെ അതിനുള്ള പ്രായശ്ചിത്തം എല്ലാം ചെയ്ത് അത് കിടന്ന് നമ്മൾ വേദനയോടെ കരഞ്ഞ് നിലവിളിച്ച് മാനസാന്തരപ്പെട്ട് അനുതാപത്തിൻ്റെ കണ്ണുനീരൊഴുക്കി തിരിച്ചു വഞ്ചുന്നതിനേക്കാളും എളുപ്പം ഈശോയ്ക്ക് അതും ഈശോ സ്വീകരിച്ചു തന്നു. നമ്മുടെ പാവമോചനം ഈശോ നമുക്ക് തരുന്നതാണ്. പക്ഷേ നമ്മൾ ഏറ്റവും സൂക്ഷ്മതയുള്ളവരായിരിക്കണം, ജാഗരൂകതയോടെ നമ്മൾ ജീവിക്കണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടം, മൊബൈൽ, ഇൻ്റർനെറ്റ്, ഇതെല്ലാം നിങ്ങൾക്കൊക്കെ ഇപ്പോൾ സ്വാതന്ത്ര്യമുള്ള കാലം അല്ലേ? ഞങ്ങളെപ്പോലെയൊന്നും അല്ല, ഞങ്ങളുടെ അമ്മമാരുടെയൊക്കെ കാലത്തെ പോലെയല്ല. ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യത്തോടു കൂടി സ്ത്രീകൾക്ക് പുറത്തിറങ്ങിയൊക്കെ നടക്കാം. എങ്കിലും ഒത്തിരി ചൂഷണമൊക്കെ ഉണ്ടെങ്കിൽ പോലും പണ്ടത്തേതിൽ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. അപ്പോൾ പാപത്തിൻ്റെ കറ പുരളാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള കാലഘട്ടത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. അപ്പം നിങ്ങൾ ഞങ്ങളെക്കാൾ കുറച്ചുകൂടെ ജാഗരൂകതയോടെ വേണം. ഞങ്ങളുടെ ആ കാലഘട്ടത്തിലൊന്നും ഇല്ലേ, നമ്മുടെയൊന്നും കാലത്തൊന്നും ഇത്രയും പാപവും ചൂഷണവും ഇത്രയും പീഡനവും ഒന്നും ഇല്ല. ആ കാലമൊക്കെ പോയി മക്കളെ. അപ്പം നമ്മൾ ശ്രദ്ധയോടെ ജീവിക്കണം. ഞാൻ എൻ്റെ ഈശോയ്ക്ക് സ്വന്തം, എൻ്റെ വിവാഹ ജീവിതത്തിലേക്ക്, അതായത് ദാമ്പത്യ ജീവിതത്തിലേക്ക് ഈശോ എന്നെ കൈപിടിച്ച് നടത്തുന്നത് വരെയും ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ കാവൽക്കാരിയാണ്. എൻ്റെ മനസ്സിൻ്റെ, ശരീരത്തിൻ്റെ, എൻ്റെ ശുദ്ധിയുടെ, ചാരിത്രത്തിൻ്റെയും ചാരിത്രവതിയായിരിക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ജീവിത പങ്കാളിക്ക്, ഒരു ഭർത്താവിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സ്ത്രീധനത്തുക എത്രയാണ്? സ്ത്രീധനം വേണമെന്നല്ല പറയണേ ഇപ്പോൾ ചെറുക്കന്മാരൊക്കെ. എന്താ സ്ത്രീധനം? വലിയ സ്ത്രീധനം ഏതാ? ഉറക്കം പറ. വിശുദ്ധി. വിശുദ്ധി. ഒരു ഭർത്താവിന് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സ്ത്രീധനം എന്ന് പറയുന്നത് നമ്മുടെ ചാരിത്രശുദ്ധിയാണ്. വിശുദ്ധിയുള്ളവളായി മണവറയിലേക്ക് പ്രവേശിക്കുക. അതിനുള്ളതെല്ലാ സാഹചര്യവും ഈശോ നമുക്ക് ഒരുക്കി തരുന്നുണ്ട്, നമ്മുടെ കൂടെയുണ്ട്. അപ്പം നമ്മൾ മനസ്സുകൊണ്ട് തീരുമാനം എടുക്കണം. ഞാൻ എൻ്റെ ജീവിത പങ്കാളി അല്ലെങ്കിൽ എൻ്റെ ദൈവം ഈശോ നമുക്ക് തന്നേക്കുന്നത് കുടുംബജീവിതമാണെങ്കിൽ, ദാമ്പത്യ ജീവിതമാണെങ്കിൽ ആ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എനിക്ക് കാഴ്ചവെക്കാനുള്ളത് എൻ്റെ ജീവിതശുദ്ധി. അങ്ങനെ തീരുമാനം എടുക്കണം. അപ്പം നമ്മളെ ഈ പ്രലോഭകനൊക്കെ, ഈ സാത്താൻ്റെ ഗണിയൊന്നും നമ്മളെ ബാധിക്കുകയില്ല. അവിടെ ഗലാത്യ 5:19 നമ്മൾ വായിക്കുന്നുണ്ട്. പാപം എന്നാന്ന് അറിയാം നമുക്ക്. നിയമലംഘനം പാപമാണെന്നാണ് 1 യോഹന്നാൻ 3:4 പറയുന്നത്. പിന്നെ യാക്കോബ് 4:17 പറയുന്നുണ്ട്, ചെയ്യേണ്ടുന്ന നന്മ ഏതാണെന്ന് അറിഞ്ഞിട്ടും ചെയ്യാതിരിക്കുന്നത് പാപമാണ്. റോമ 14:23 പറയുന്നുണ്ട്, വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതെല്ലാം പാപമാണ്. അങ്ങനെ പാപത്തിൻ്റെ ഡെഫിനിഷൻ ഒത്തിരിയുണ്ട്. പക്ഷെ നമ്മൾ പെൺകുട്ടികൾ, സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വിശുദ്ധി. കറ പുരളാത്ത, നല്ല സുന്ദരമായിട്ട് മനസ്സും ശരീരവും ആത്മാവും നല്ല ശുദ്ധിയോടെ ആയിരിക്കുന്ന അവസ്ഥ. അതാണ് നമ്മൾ ഈശോയുമായിട്ട് ചേർന്ന് നിൽക്കുന്നത്. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ, ബാക്കി പറ, ദൈവത്തെ ദർശിക്കാൻ സാധ്യമല്ല. അപ്പം ഹൃദയ വിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തെ കാണും. അപ്പം നമുക്ക് ദൈവത്തെ കാണണ്ടേ? അതിനെല്ലാം വേണം, ഹൃദയ വിശുദ്ധി വേണം. അപ്പം ഹൃദയ വിശുദ്ധി ഇല്ലാതെ ഈശോയെ കാണാം. അപ്പം ഈശോയുടെ ചൈതന്യത്തിൽ നമ്മൾ ചേർന്ന് നിൽക്കണം. ഇനിയിപ്പോൾ കറ തേച്ച് കഴുകാൻ സഹായിക്കണം. ഇപ്പോൾ കയ്യേൽ ഇച്ചിരി കറ വരട്ടി എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടപ്പെടണ്ട. നമ്മുടെ ആത്മാവിലും ശരീരത്തിലും മനസ്സിലും കറ പുരളാതെ നമ്മൾ നോക്കണം. ഇപ്പോൾ ഹോസ്റ്റലിൽ പോകുമ്പോൾ കൂട്ടുകാർക്കൊക്കെ പറിച്ചു കൊടുക്കുമോ? ഇനിയിപ്പോൾ ഇച്ചിരി എണ്ണയൊക്കെ പരട്ടിയാൽ മതി അല്ലേ? എണ്ണ പുരട്ടി പയ്യെ ഉരച്ച് കഴിയുക.